ഇന്ത്യയിൽ 2024 ശേഷമുള്ള ഒരു വലിയൊരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ മാസം പൂർത്തിയായത്. 5 സംസ്ഥാനങ്ങൾ. 5 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായ പുതുച്ചേരി മുതൽ ഏറ്റവും വലിയ സംസ്ഥാന വെസ്റ്റ് ബംഗാൾ വരെ ഉണ്ടായിരുന്നു. അതിൽ 3 സംസ്ഥാനങ്ങളിൽ BJP അവരുടെ ഭരണം നിലനിർത്തുകയോ പുതുതായി പിടിച്ചെടുക്കുകയോ ചെയ്തു. അവിടെ ഒരു മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിച്ചു. തർക്കങ്ങളും ബഹളങ്ങളൊന്നുമില്ല. വെസ്റ്റ് ബംഗാൾ നാളെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. പക്ഷേ നമ്മുടെ തെക്കേ ഭാരതത്തിലുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും ഇപ്പോഴും വലിയ ഈ പറഞ്ഞതുപോലെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം കേരളമാണ്. കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ഭൂരിപക്ഷം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ലഭിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു തെരുവിലും AICC ആഫീസിലും KPCC ആഫീസിലുമായിട്ട് തർക്കമോ തള്ളലോ ഉന്തലോ ഒക്കെ നടക്കുന്നുണ്ട്. എന്താണ് UDF സംഭവിച്ചത്? അത് നമ്മളിപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ള ഏവരും മോഹിക്കുന്ന ഒരു പദമാണ് മുഖ്യമന്ത്രി പദം. സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ പത്രങ്ങളിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയും ആൾക്കാരുടെ ഇടയിലുമൊക്കെ വലിയ തോതിലുള്ള ചർച്ച എന്ന് പറയുന്നത് KC ആകുമോ രമേശ് ആകുമോ അതോ VD സതീശനാകുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇവർക്കെല്ലാം തന്നെ ഇതുണ്ട്, അവരുടേതായ വാദങ്ങളുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറയുന്നത് ഹിന്ദിയിലെ എനിക്ക് തോന്നുന്നു ഹർശങ്കർ പ്രസാദ് എന്ന് പറയുന്ന ഒരു ചെറുകഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ ഇതേപോലൊരു സർക്കാർ കേന്ദ്രത്തിൽ രൂപീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒരു ചെറുകഥ എന്നില്ല ഈ ലങ്കാ വിജയത്തിന് ശേഷമുള്ള രാമരാജ്യം എന്നാണ് എൻ്റെ ഓർമ്മ, അതാണ് എൻ്റെ ഓർമ്മ പേര്. അപ്പോൾ അതിനുശേഷം ആ മന്ത്രി സ്ഥാനത്തിലേക്ക് വേണ്ടി ആൾക്കാരെ ഈ യുദ്ധത്തിൽ രാവണ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ കൊണ്ട് അവിടെ കാണിക്കണം, എനിക്ക് ഇത്ര വലിയ മുറിവുണ്ട്, ഇത്ര തുന്നിക്കെട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ തുന്നിക്കെട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക് വേണ്ടി മോഹിക്കണം എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ നമ്മുടെ KC വേണുഗോപാൽ പറയുന്ന കേട്ടു, ഞാൻ 8ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് എന്ന് പഴയൊരു ഇൻ്റർവ്യൂവിലുള്ള ഒരു ഭാവമാണ്. 8ാം ക്ലാസ്സിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് ചെന്നെത്തി നിൽക്കുന്ന സ്ഥാനം നമുക്കെല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വലിയ തോതിൽ അദ്ദേഹം പണ്ട് പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു മാധ്യമത്തിൽ വന്ന ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നത്, എനിക്ക് എപ്പോഴും അങ്ങനെയല്ലേ പറയുള്ളൂ, നിങ്ങൾക്ക് ഇന്ന സ്ഥാനം മോഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും മോഹമുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇത്തരം ആഗ്രഹങ്ങളെ അടക്കി വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അദ്ദേഹം അതിന് ആഗ്രഹങ്ങൾ മാത്രം പറയാൻ കഴിയില്ലല്ലോ. കാരണം ഒരു പൊളിറ്റിക്കൽ ലൈഫിലെ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞ വലിയൊരു ഘടകമാണ്. ഉറപ്പായി ഇപ്പോൾ ഈ പറഞ്ഞ 8ാം ക്ലാസ് മുതലാണ് ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ സായനത്തിലെത്തി നിൽക്കുന്ന KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആഗ്രഹിച്ച തെറ്റെന്ന് പറയാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ ഒന്നൊന്നായി ഉയർത്തും. അത് ഉയർത്തിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുവരെ ചവിട്ടി വന്നതിനാ. അതൊന്ന്. 2, അദ്ദേഹം വഹിച്ച, നമുക്ക് ഓരോരുത്തരിലേക്ക് വരാം, അദ്ദേഹം വഹിക്കുന്ന സ്ഥാനമെന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്ക് ഒരാൾക്ക് വന്നെത്തി കാണണമെങ്കിൽ ഹൈക്കമാൻഡുമായി ഒരു 2 വാക്ക് സംസാരിക്കണമെങ്കിൽ ആദ്യം കാണേണ്ടത്, ആദ്യം പെർമിഷൻ എടുക്കേണ്ടത് വേണുഗോപാലിൽ നിന്നാണ്. മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ആര് സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിക്കുന്നത് ഇദ്ദേഹമാണ്. സ്വാഭാവികമായും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കൂടുതൽ ആൾക്കാരെ തൻ്റെ ഭാഗത്ത് നിന്ന് തിരികെ കയറ്റാനുള്ള ശ്രമം ഉറപ്പായും ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ കാണണമല്ലോ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായി കാണും. അതിൻ്റെ തെളിവാണ് അദ്ദേഹം പറയുന്നത് എന്നെ പിന്താങ്ങുന്നവരാണ് കൂടുതൽ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരെ ചതി ചെന്നിത്തലയ്ക്കും വീടിക്കും കാണാൻ പറ്റിയില്ല. ഇവരും കാണുന്നുള്ളൂ. ചെന്നിത്തലയും പല സംസ്ഥാനങ്ങളിലും നിരീക്ഷകനായി പോകുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് അറിയാം. അതല്ല, നിരീക്ഷകനെ ഡെപ്യൂട്ട് ചെയ്യുന്നത് KC വേണുഗോപാലാണ്. സ്വന്തം നിലയ്ക്ക് പോകാൻ പറ്റില്ല. ഒരേ കളത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഈ ആൾക്കാരെ മാത്രം സീറ്റ് വാങ്ങി കൊടുക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അത് ജയിപ്പിച്ചു കൂടി കൊടുത്തു. ജയിപ്പിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. 2, ചരിത്രത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം എത്രയൊക്കെ വലിയ സ്ഥാനം കോൺഗ്രസിൻ്റെ അദ്ദേഹം വഹിക്കാൻ വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് പ്രധാനമന്ത്രി പദമൊക്കെ നമുക്ക് മാറ്റി നിർത്താം. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം ഭംഗിയായിട്ട് അവിടെ ചെല്ലുന്നു, ഡൽഹി ചെല്ലുന്നു, ഹിന്ദി പഠിക്കുന്നു. ഹിന്ദി ഇന്ത്യയിലെ വളരെ പ്രസിദ്ധരായ ആൾക്കാരുമായി അദ്ദേഹം ഈ KC വേണുഗോപാലിനുള്ളതുപോലെ തന്നെ അടുപ്പം ചെന്നിത്തലയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് കൃത്യമായി വരുന്നത്. ഇനി അദ്ദേഹം വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനി സ്വാഭാവികമായും ചെന്നിത്തലയ്ക്കും അങ്ങനെ ഒരു മോഹം ഉണ്ടായാൽ അത് തെറ്റു പറയാൻ കഴിയില്ല. മാത്രമല്ല, ചെന്നിത്തലയെ 2021 പ്രതിപക്ഷ നേതാവാക്കാതെ ഈ MLA-മാരുടെ അഭിപ്രായത്തിന് വിട്ടിട്ട് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തിട്ടാണ് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നത്. അപ്പോൾ ആ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ സീനിയർ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഉറപ്പായും അദ്ദേഹത്തിൻ്റെ പ്രകടനവും വളരെ മികച്ചതായിരുന്നു.
ആദ്യ പിണറായി സർക്കാരിലെ ആദ്യ ഇടതുപക്ഷ സർക്കാർ വരുന്ന സമയത്ത് പിണറായി വിജയൻ നേതൃത്വത്തിൽ വരുന്ന സമയത്ത് വളരെ സുന്ദരമായ ഒരു പഠനമാണ് ഇദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം എന്ന് പറയാണ്ട് കോവിഡ് വരുന്നു, കാര്യങ്ങളെല്ലാം മറിയുന്നു. നല്ല PR വർക്കോട് കൂടി പിണറായി വിജയൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. അതിൽ പെട്ടുപോയിട്ടാണ് ഇതിനകത്ത് വീണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നിട്ടും അദ്ദേഹത്തിന് എന്താണ് വി ഡി സതീശനാണ് ഈ സ്ഥാനം, പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നത്. അപ്പോൾ ചെന്നിത്തലയുടെ മനസ്സിൽ അന്ന് മുറിവേറ്റിട്ടുണ്ട്. ചെന്നിത്തല ഇപ്പോൾ സുധാകരന് ഈ നിയമസഭയിൽ മത്സരിക്കണമെന്നൊരു വഴക്കുണ്ടായല്ലോ കോൺഗ്രസിനകത്ത്. അത് സുധാകരൻ പറഞ്ഞെന്താണ്, പണ്ട് കോൺഗ്രസ് നേതൃത്വം എന്നോട് പറഞ്ഞിരുന്നത് തന്നിരുന്നത് വാക്കുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വരത്തിലാണ് അദ്ദേഹം പിടിച്ചത് എന്നതുപോലെ ചെന്നിത്തലയ്ക്കും ഒരു വരമല്ല വാക്ക് കൊടുത്തിരുന്നു. ആ വാക്ക് വെച്ച് നോക്കുമ്പോൾ ചെന്നിത്തല അദ്ദേഹം ഏറെക്കുറെ അടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇവരിൽ രണ്ടുപേരും താരതമ്യേന, ഈ രണ്ടുപേരെ വെച്ച് നോക്കുമ്പോഴും താരതമ്യേന ഒരു ലോ പ്രൊഫൈൽ ഇൻ ദ സെൻസ് അദ്ദേഹം മികച്ച രാഷ്ട്രീയക്കാരനൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്തരം ഈ പടവുകളൊന്നും ചവിട്ടിക്കയറി പോവുകയും തിരിച്ചറിഞ്ഞ് വന്നവനുമല്ല സതീശൻ. ഈ രണ്ടുപേര് വെച്ച് പറയുമ്പോൾ, അതായത് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അവകാശവാദം മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനാണ്. അദ്ദേഹം നേരിട്ടല്ല, അദ്ദേഹത്തിൻ്റെ PR ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അണികളെ തെരുവിലിറക്കി കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ വലിയൊരു പ്രകടനം അദ്ദേഹത്തിന് വേണ്ടി നടന്നിരുന്നു. ലീഗിനെ ഉപയോഗിക്കുന്നു. അത് എങ്ങനെയെല്ലാം കേന്ദ്ര നേതൃത്വം സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ ആ തരത്തിലുള്ള വലിയൊരു PR-ഉം ക്യാൻവാസിങ്ങും വി ഡി സതീശൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള അർഹത, അതായത് CM ആനുള്ള അർഹത വി ഡി സതീശൻ ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നൊരു ബോർഡാണ് ഇപ്പോൾ കേരളം മുഴുവൻ ഉയരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പടയാണ് നയിച്ചത്? അത് ഇതിനോട് പടയൊരുക്കാനുള്ള അല്ലെങ്കിൽ നയിക്കാനുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരെ അദ്ദേഹം മറക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു. അവർ മാത്രമല്ല, ഇത് സ്ക്രിപ്റ്റുണ്ട്, ഗാനങ്ങളുണ്ട്, പൈസ മുടക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് അഭിനയിക്കാനുള്ള ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്ന സംഭവം അത്രയും. ഇപ്പോൾ അതിന് KC വേണുഗോപാൽ വളരെ വലിയ സ്ഥാനം വഹിച്ചിട്ടില്ലേ? ചെന്നിത്തലയുടെ പങ്ക് നിസ്സാരമാണോ? ഒരിക്കലുമല്ല. നാളെ ഇതുവരെ പെട്ടെന്നൊരു ദിവസം ഇത് മുന്നിൽ നിന്ന് നയിച്ചത് ഞാനാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം മുന്നിൽ നിന്ന് നയിക്കലാണ്. ഇവരൊക്കെ മുന്നിൽ നിന്ന് നയിച്ചവരാണ്. അതുകൊണ്ട് പൊടുന്നനവേ ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് നാളെ ചിലപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിക്കൂടാന്നില്ല, KC ആയിക്കൂടുന്നില്ല, രമേശ് ആയിക്കൂടുന്നില്ല. പക്ഷേ അത് ഉറപ്പായും തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് ശേഷമാണ് പട നയിച്ചു എന്നൊരു പ്ലസ് പോയിന്റ് മാത്രമാണ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത്. അല്ല, അവിടെയാണ് ഞാൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട എൻ്റെയും പൊതുവെ ജനങ്ങളുടെ സംശയമാണ്, എന്ത് പടയാണ് വി ഡി സതീശൻ നയിച്ചത്? കാരണം കേരളത്തിനെ സംബന്ധിച്ചിട്ട് പിണറായി വിരുദ്ധ തരംഗത്തിൽ ആണ് ഇത്രയും സീറ്റുകൾ UDF ജയിച്ചത്. അല്ലാതെ UDFൻ്റെ വി ഡി സതീശൻ്റെ മഹിമ ഉണ്ടെന്നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കേരളം കണ്ടത് എന്ത് തരത്തിലുള്ള ഈ പിണറായി വിജയനെ എതിർക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നയങ്ങൾ എതിർക്കുന്ന എന്തെങ്കിലും സമീപനം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും വി ഡി സതീശൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല? വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയനെ അല്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ എതിർക്കുന്ന, ചിലപ്പോൾ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഘട്ടം വരെ എത്തി നിൽക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രകടനം ഇദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇതേ പ്രകടനം ചെന്നിത്തലയിൽ നിന്നുണ്ടായിട്ടുണ്ട്. മിസ്റ്റർ എന്ന് പറഞ്ഞ ഈ കാലഘട്ടം തന്നെ ചെന്നിത്തല തന്നെ പിണറായി വിജയനെ ചൂണ്ടിക്കൊണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ അന്ന് ഇതേ രീതിയിൽ തന്നെയാണ് ചെന്നിത്തലയും പറഞ്ഞത്. ഒരു ടെമ്പോയ്ക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. പക്ഷേ ഇച്ചിരി അഗ്രസീവാണ് എന്ന തോന്നൽ വരുത്താൻ സതീശന് സാധിച്ചു എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ വൃത്തങ്ങളിൽ മറ്റു ചില ഈ ചർച്ചകളും കൂടിയുണ്ട്. വി ഡി സതീശനെ പ്രൊമോട്ട് ചെയ്യുന്ന മുസ്ലിം ലീഗ് ആണെങ്കിൽ KC വേണുഗോപാലിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ക്രിസ്തീയ സഭകളാണ് എന്ന ഒരു ചർച്ച രാഷ്ട്രീയ വൃത്തങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പം ഈ ലീഗിൻ്റെ കേസിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം. കാര്യം പാണക്കാട് പോയി ലീഗ് ഫോർമലി ആവശ്യപ്പെട്ടു, ഇദ്ദേഹത്തിന് CM ആക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ KCയും ക്രിസ്തീയ സഭകളുമായിട്ടുള്ള എന്താണ് ബന്ധം? ഉറപ്പില്ല. നമ്മുടെ ഈ മതേതരത്വം എന്ന വാക്ക് പോലും നമ്മുടെ സംസ്ഥാനത്ത് വളരെ കൃത്യമായി തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ ഈ മതേതര ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സർക്കാരിൽ സത്യസന്ധമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വളരെ ക്ലിയറായിട്ട് സുതാര്യമായി പറയുകയാണെങ്കിൽ അതിനകത്ത് മതങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ഇടമില്ലാത്തൊരു സർക്കാർ. പക്ഷേ ഇവിടെ കേരളത്തിൽ നോക്കൂ, എല്ലാ മതങ്ങളും പണക്കാട് തങ്ങൾ പറഞ്ഞു, SNDP പറഞ്ഞു, NSS പറഞ്ഞു, ക്രിസ്തീയ സഭകളുടെ ആൾക്കാർ പറഞ്ഞു. ഇവരെല്ലാം അവരുടെ അഭിപ്രായം വ്യക്തമാണ്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന ഒരു അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞു വാസ്തവത്തിൽ. അപ്പോൾ ഇവിടെ പോകുന്ന വേറൊരു രീതിയിലാണ് വാസ്തവത്തിൽ. പക്ഷേ സാർ ഒരു സംശയം, ഈ KCയും ക്രിസ്തീയ സഭകൾ, ഞാൻ ഇടയ്ക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഷോൺ ജോർജ്, BJPയുടെ നേതാവ് ഷോൺ ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഈ ദീപിക പത്രത്തിൽ വരുന്ന ലേഖനങ്ങൾ, അവരുടെ ഈ പറഞ്ഞ എഡിറ്റോറിയൽ അടക്കം KC വേണുഗോപാലാണ് എഴുതി കൊടുക്കുന്നത്, മറ്റവരെ പേര് വെച്ച് വരുന്നു എന്ന് പറയുന്നത്. അത് ഈ തരത്തിലുള്ള അത്രയും ഗാഢമായ ബന്ധം ക്രിസ്തീയ സഭകളുമായിട്ട് ഉണ്ടോ? ദീപിക പത്രം കഴിഞ്ഞ കുറേ നാളുകളായി വളരെ കടുത്ത രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ ആക്രമിക്കുന്നു. ഒരുപക്ഷെ ഈ കലാപാഹ്വാനമെന്നൊക്കെ നമുക്ക് പറഞ്ഞ് പോകാവുന്ന തരത്തിൽ പോലുമുള്ള
എഡിറ്റോറിയൽ, ആ എഡിറ്റോറിയൽ പലപ്പോഴും തർക്കങ്ങൾ അത് KC-യുടെ ആണോ? KC-യുടേതാണ് എന്ന് പറയുന്നത്. പക്ഷേ ലിങ്ക് വളരെ ക്ലിയറാണ്. സ്വാഭാവികമായിട്ടും ഡൽഹിയിലേക്ക് ക്രിസ്തീയ സഭകൾക്ക് എത്തുമ്പോൾ KC പോലൊരാളോട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ലിങ്ക് അവർക്ക് നഷ്ടപ്പെടുത്താനുള്ള സാധ്യത അവർക്കില്ല. അതുകൊണ്ട് KC-ക്ക് താല്പര്യം, KC-യെ ഇവിടെ വരാതിരിക്കുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും ക്രിസ്തീയ സഭകളുടെ ഒരു താല്പര്യം. മറിച്ച് ഈ KC വരുമ്പോൾ അവിടെ മറ്റു ചില സമുദായങ്ങളിലെ ആൾക്കാർ പണ്ട് ഇവിടെ ഈ ഇത്തരം സാധനങ്ങൾ അനുകരിച്ചിരുന്ന ആൾക്കാരെ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അവിടെ ഇപ്പോൾ ഗുലാം നബി ആസാദും ശരി, പിന്നീട് പിന്നെ വന്ന പല ആൾക്കാരായാലും ശരി, അത്തരം സമുദായത്തിലുള്ള ആൾക്കാർ വന്നിരുന്നാൽ ക്രിസ്തീയ സഭകളുടെ ഹൈക്കമാൻഡിലേക്കുള്ള ആക്സസ് കുറയും. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തെ നയിക്കും എന്നാണ് പറഞ്ഞത്. 11 വനിതകൾ വിജയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അവരാരും മോശക്കാരൊന്നുമില്ല, എല്ലാവരും കഴിവുള്ള ആളുകളാണ്, വിജയിച്ച് വന്നവരല്ല. എന്തുകൊണ്ടൊരു വനിത ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടും ചർച്ച ആവുന്നില്ല എന്നുള്ളത്? അത്രയ്ക്ക് കോൺഗ്രസ് വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ലെവലിലേക്ക് ഇത് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ചെറിയാൻ ഫിലിപ്പിൻ്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. അല്ല, ചെറിയ ജാഗ്രത കുറവ്, അതാണ് ഇത് കാണാൻ പറ്റുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും അപ്പോൾ സ്ത്രീകളെ പിന്നെ കോൺഗ്രസ് കാണുന്നത് ചെറിയാൻ ഫിലിപ്പ് കാണുന്ന പോലെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അല്ല, അതിൽ തിരിച്ചിരിക്കണ്ട സാർ. ഞങ്ങൾക്ക് ഒരു വിഷയം ചോട്ടെ. ഈ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അത് എന്താ പറഞ്ഞത്? വനിതകളെ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ വനിതകളെ ചേർത്ത് പിടിക്കുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇത്ര വേഗത്തിൽ ചേർത്ത് പിടിക്കുമ്പോൾ നോക്കില്ല, ശ്രദ്ധിച്ചില്ല. അപ്പോൾ അത് പറഞ്ഞ സത്യമാണ് വാസ്തവത്തിൽ. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കട്ടെ. പക്ഷേ കർഷകാലത്തിൻ്റെ ഏരിയായിപ്പോയത് ചെറിയ വളരെ പ്രഗത്ഭനായ ഒരാൾ. പക്ഷെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചുറ്റും പഴയതുപോലെയല്ല, ക്യാമറ കണ്ണുകളുണ്ട്. നമുക്ക് ഇതിനകത്തൊന്നും മറയ്ക്കാൻ കഴിയില്ല. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, ഞാൻ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഒരാൾ ചോദിച്ചു, സാറേ ഈ ക്യാമറയൊക്കെ ഇത്രയും ഉള്ളപ്പോഴാണ് ഈ സ്ഥിതി, ഒന്നും ഇല്ലാത്തപ്പോൾ ഇവർ എന്തെല്ലാം ചെയ്തു. ഇങ്ങനെയൊക്കെ ജനത്തിന് പല അഭിപ്രായങ്ങളും. അവിടെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി വേണം പെരുമാറാൻ. അതിന് തെളിവാണ് നില അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരു സ്ത്രീയെ ഉയർത്തിക്കാട്ടാനുള്ള സാഹചര്യം പലപ്പോഴും ഇന്നത്തെ നിലയിൽ അത് പിന്നെ പെൻസി ഡ്രൈവിംഗ് ആയിട്ട് മാറും. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നതായി. അപ്പോൾ അത് സ്ത്രീകളെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഇരുത്തി കാട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രി സ്ത്രീ ആയിരുന്നില്ല, പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും സ്ത്രീകൾ ഇരുന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ സാഹചര്യങ്ങൾക്ക് അവർക്ക് വളർന്നു വരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മാത്രമല്ല, രാഹുൽ ഗാന്ധി പറയുന്ന ഒന്നും നടത്താത്ത ഒരു നേതാവാണെന്ന് കൂടി ഈ കാര്യത്തിൽ കൂടി അത് തെളിയുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. KC വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ് AICC-യുടെ. അതെ. ഇദ്ദേഹം അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് കയറാൻ ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലുള്ള മറ്റ് പലരും, അതായത് രാഹുൽ ഗാന്ധിയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പലരും KC വേണുഗോപാലിനായിരിക്കും പൊതുവെ സപ്പോർട്ട് ചെയ്യുക, ഇവിടെ MLA പറഞ്ഞാലും ഇല്ലെങ്കിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് കിട്ടാവുന്ന ഏറ്റവും പരമാവധിയാണ്. എന്തായാലും കേന്ദ്രത്തിന് ഭരിക്കാനുള്ള യാതൊരു സാധ്യതയും നമ്മളെ കടന്നായിട്ടറിയാവുന്ന KC വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹം സമയത്ത് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും എന്താണ് ഒരു പ്ലം പോസ്റ്റ് എന്ന് പറയുന്നതാണ് ഈ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്. അത് അദ്ദേഹം നഷ്ടപ്പെടുത്തും എന്ന് തോന്നുന്നുണ്ടോ? നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയില്ല. കാരണം ഏറ്റവും ഭംഗിയായി ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ അടുത്തുനിന്ന് അറിയുന്നവനാണ് KC. സ്വാഭാവികമായും ഇനി ഒരു തവണ കൂടി കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്തുമെന്ന് ഒരു കാരണവശാലും KC ചിന്തിക്കില്ല. പക്ഷേ അത് പറയില്ല. സ്വാഭാവികമായി അദ്ദേഹത്തിന് എന്തിന് ഇപ്പോൾ കിട്ടിയ ഒരു അവസരം പാഴാക്കണമെന്നൊരു ചിന്തയായിരിക്കും അദ്ദേഹത്തെ നയിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ സഭകളിലെ ഇനി ഏത് ആൾക്കാർ പറഞ്ഞാലും KC-യുടെ മനസ്സ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പദം ആ സീറ്റിലേക്ക് കണ്ണ് വച്ചു കഴിഞ്ഞു. അത് KC കൊണ്ടുപോകാനാണ് സാധ്യത. അവിടെ ചില വിട്ടുവീഴ്ചയ്ക്ക് മറ്റുള്ളവർ വഴങ്ങേണ്ടി വരും. നഷ്ടപ്പെടുന്നത് ചെന്നിത്തലയ്ക്കാണ്. സ്വാഭാവികമായും ചെന്നിത്തല മറ്റെന്തെങ്കിലും അതിന് പരിഹാരം കോൺഗ്രസ് നേതൃത്വം കാണുമായിരിക്കാം. സതീശന് മൂന്നാമതാണ് വാസ്തവത്തിൽ പടം നയിച്ചു എന്നൊരൊറ്റ പേരിൽ അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുത്താൽ ബാക്കി 2 പേരും എത്ര കണ്ട അധികാരന്മാരാണെന്ന് ചിന്തിക്കണം. അവരുടെ ഭാഗത്തുനിന്നുള്ള ഈ പറഞ്ഞ ഈ പൊട്ടിത്തെറി എന്ന് പറയുന്ന അവർക്കും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കലങ്ങി ഈ ഒരു വൻ വിജയം ജനം സമ്മാനിച്ച ഒരു വൻ വിജയം, അതിലും ഈ പടം നയിച്ചവനും KC-ക്കും രമേശിനും ഉള്ളതിനേയും കാട്ടി പങ്ക് ഈ വിജയം കോൺഗ്രസിന് നൽകിയത് പിണറായി വിജയൻ്റെ ചില സ്വഭാവ സവിശേഷതകളായിരുന്നു. അതുതന്നെയാണ് സംഭവിച്ചത്. അതിനെ ഇവർ കളഞ്ഞു കുളിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം, കാണാം.